on 96.7 FM. അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് 1000 കണ്ണുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ നാദിയ മൊയ്തു. ഞാനും ജോണാണ് രാവിലെ 1000 കണ്ണുമായി ഇവിടെ കാത്തിരിക്കുന്നത്. ട്രാഫിക്കിൽ അല്പം കുടുങ്ങിപ്പോയവർ. പക്ഷെ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വണ്ടർ വിമൻ ഹവ് ജോയിൻഡ്. ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇവര് രണ്ടുപേരും വണ്ടർ വിമൻ ആണ് ഇൻ ദെയർ ഓൺ ടേംസ്. അപ്പോൾ ഫസ്റ്റ്ലി ലെറ്റ്സ് വെൽക്കം. ഇപ്പൊ നമ്മളെ ചെമ്പരത്തി പൂവെ പാട്ട് കേട്ടതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിലാ മുഖം വന്നാണ്. അതേ മുഖമാണ്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു, അതേ മുഖമാണ്. ഒരു മാറ്റമില്ല, നമുക്ക് തീർച്ചയായിട്ടും വെൽക്കം ചെയ്യാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നാദിയ മൊയ്തു മാം ജോയിനിങ് us on air along with ഒരു റേഡിയോ സ്റ്റേഷൻ എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിക്ക് അതിനകത്തിരിക്കുന്ന ഒരു ആർജെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട്, അതായത് ഒരു അതിശയോക്തിയും ഇല്ലാതെ when we watch the film നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ. കാരണം മറ്റു ചില സിനിമകൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്, ആർജെസിനെ കാണിച്ചിരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ, അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ. യഥാർത്ഥമായിട്ട് ആ ലൈഫ് കാണിച്ചു തന്ന സിനിമ ഉൾപ്പെടെ ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് പ്രൗഡാണ്. about this filmmaker we have Anjaly Menon also joining us on air. അഞ്ജലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദുബായ്ക്കാരി, പകുതി ദുബായ്ക്കാരിയും കൂടി ആയിട്ടുള്ള ഒരു ആളുകൂടെ. ഞാൻ ഫോണിൽ കേൾക്കുന്നുണ്ട് റൈറ്റ് എടുക്ക് ലെഫ്റ്റ് എടുക്ക്. So I was like, how would she know the left and rights in Dubai? പേടിക്കണ്ട, GPS Alright, so നമുക്ക് വേഗം തന്നെ മാറ്ററിലേക്ക് കടക്കാം. എനിക്ക് ഒരു 2-3 days ago, you know, one of my friend, did you know about this എന്ന് പറഞ്ഞിട്ട് they forwarded a post. കാരണം എല്ലാവർക്കും ഈ പ്രത്യേകിച്ച് ആക്ട്രസസിനെ സംബന്ധിച്ച് അവരെന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് അവർ തന്നെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി ഇപ്പം സൈനോര, പാർവതി, നിത്യ, പത്മപ്രിയ, ഇവരെല്ലാരും തന്നെ. പിന്നെയാണ് ഇവർ മനസ്സിലായി തുടങ്ങി ഇത് എന്തോ ഒരു സിനിമയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. Even I was mistaken. ഞാനും ആദ്യം തുടക്കത്തിൽ വെച്ചാൽ wow, I love how the world is going. ഞാനിത് ആദ്യം കാണുന്നത് എവിടെയാണെന്ന്, ഞാൻ കാണുന്നത് സൈനോരയുടെ പോസ്റ്റാണ്. അപ്പൊ എനിക്ക് നല്ല ഷുവറാണ് ഇത് സംഭവം അതല്ല. അല്ല, നന്നായി അത് ഞാൻ ആ പോസ്റ്റ് ഇടാഞ്ഞത്. അപ്പൊ അങ്ങനെ വണ്ടർ വിമൻ എന്ന് മനസ്സിലായി. നമ്മളെല്ലാരും ആ പേജിൽ പോയി ക്ലിക്ക് ചെയ്ത് നോക്കി. ഐ എം ഷുവർ ലൈക്ക് മീ എവരിബഡി വുഡ് ഹാവ് ഡൺ ദാറ്റ്. ആൻഡ് വി വെന്റ് ആൻഡ് ഓരോരുത്തരുടെ വീഡിയോസ് ആയി വന്നു തുടങ്ങി. ആൻഡ് ദെൻ വി ഗോട്ട് വെരി എക്സൈറ്റഡ് സീയിങ് ദ കൈൻഡ് ഓഫ് ടാലന്റ്സ് കമ്മിങ് ടുഗദർ ഫോർ ദ ഫിലിം. അപ്പൊ അതിനകത്ത് നാദിയ മാം ഈ പറഞ്ഞതുപോലെ ഷീ ഡിഡ്ന്റ് പുട്ട് ദാറ്റ് പോസ്റ്റ്. സോ വി റിയലി വാണ്ട് ടു നോ ഹൗ ദ കൊളാബറേഷൻ ഹാപ്പൻഡ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ദിസ് ഫിലിം ഓൾ അബൌട്ട്. നാളെയാണ് ഇതിന്റെ ട്രെയിലർ വരുന്നത്. സോ വി ഹാവ് നോ ക്ലൂ അബൌട്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? പല ആൾക്കാരും വെച്ചു സക്രിയയുടെ ഗർഭിണികളുടെ രണ്ടാം ഭാഗമാണ്. Well, actually ഇതില് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്ട് is related to pregnancy. Okay, and it's not just about pregnancy, the phenomenon, but about how people are together as groups and in friendships and everything. Okay, അത് നമ്മൾ ഈ വഴിയിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നു, ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് ഊന്നിയിട്ടുള്ള സിനിമകൾ. ഇപ്പൊ 3-4 പേര് ഒരുമിക്കുമ്പോഴത്തേക്ക് പല പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും അവർ വരുന്നത്. അവർക്ക് എല്ലാവർക്കും അഡ്രസ് ചെയ്യാനായിട്ടുള്ള പല പല പ്രശ്നങ്ങളുണ്ടാവും. ചിലർ സന്തോഷിച്ചായിരിക്കും ഇതിന് കൺസീവ് ചെയ്യുന്നത്, അല്ലാതെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയാണോ ഈ 4 ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇതിപ്പോ ഒരുപാട് പറയാനും ട്രെയിലർ കണ്ട ഉറപ്പായിട്ടും യു വിൽ ഗെറ്റ് എ റിയൽ ഫീൽ ഓഫ് ഇറ്റ്. What I'll have to say is that ഇവിടെ Nadia ma'am is playing character of Nandita, and അവരാണ് the sort of the heart of the film. Okay, and she is inviting all these people അവരുടെ സ്പേസിലേക്ക്. അങ്ങനെയാണ് അവരെല്ലാരും എത്തിച്ചേരുന്നത്. And അങ്ങനത്തെ ഒരു കോമൺ സ്പേസ് ഉണ്ട് ഈ ഇന്ററാക്ഷൻ. അതാണ് വലിയ വ്യത്യാസം. ഇതിനു മുമ്പേ വന്നിട്ടുള്ള സിനിമകളിൽ നിന്നും ഇതിനും വരുന്ന വ്യത്യാസം. Someone's hosting and ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്. And it's not just a physical space, but there's an emotional, mental space which can be shared. And the friendship that comes out of that is what this is about. Okay, അപ്പോൾ അത് ഇവര് നമുക്ക് എന്തായാലും പക്ഷേ പല ആൾക്കാർക്കും സംശയം ഇതൊരു സീരീസ് ആണോ അല്ലെങ്കിൽ ഒരു മൂവി ആണോ എന്നുള്ളതാണ്. പറയുന്നത് തന്നെ എന്ത് സ്വീറ്റ് ലിറ്റിൽ ഒരു കവിത കേൾക്കുന്ന പോലെയാണ് അഞ്ജലി മാം. അഞ്ജലി സംസാരിക്കുന്ന പൊതുവെ അങ്ങനെയാണ്. അഞ്ജലി എൻ്റെ അടുത്ത് സ്റ്റോറി നറേഷൻ, സ്ക്രിപ്റ്റ് നറേഷന് വരുമ്പോ തന്നെ ഇങ്ങനെ അടുത്തിരുന്ന് നമ്മൾ എന്തോ ഒരു ഗോസിപ്പ് ചെയ്യുന്ന പോലെയാണ് അഞ്ജലി സംസാരിക്കുന്നത്. ഷീ ഈസ് വെരി സോഫ്റ്റ് സ്പോക്കൻ ആൻഡ് ഐ എം എക്സാക്ട്ലി ദി ഓപ്പോസിറ്റ്. സോ ഹസ്ബൻഡ് അന്നേരം വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ എന്ത് പോയി സംസാരിക്കുന്നു, ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അഞ്ജലി ഈസ് നറേറ്റിംഗ് ദ സ്റ്റോറി ടു മീ ആൻഡ് ഐ തിങ്ക് ഷീ ഈസ്
is just observing how I am taking on this Nandita's character. And you know, we as artists, I think I have done it. I don't know if Anjali has observed this earlier, but you know, not just with me, with other actors as well. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇല്ലേ, നമ്മൾ ആ സീനിലോട്ട് അങ്ങ് കിടക്കും. You just enter into that character. എന്നിട്ട് ആ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെയും ഇമോഷൻസ് ഒന്നൊന്ന് മാറും. And I think for a director, I think it's of a great advantage. കാരണം അവർക്കറിയാം ഈ ക്യാരക്ടർ നമുക്ക് എങ്ങനെ ട്വീക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ അന്നേരം ഇരുന്ന് കേൾക്കുന്നതും അന്നേരം നമ്മൾ അറിയാതെ ഇമോട്ട് ചെയ്തു പോകും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ. ആൻഡ് ഐ തിങ്ക് അഞ്ജലി ഓൾസോ മെൻഷൻ ദാറ്റ് ഷീ സെയിങ് ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കൽ ആർട്ടിസ്റ്റ് സെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരക്ടറിന് ചില മാറ്റങ്ങൾ വരുത്തും. യുനോ, സോ ഈ ഒരു ക്യാരക്ടറിന് ഈ ബോഡി ലാംഗ്വേജ് ആയിരിക്കും, അല്ലെ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അഞ്ജലി അത് ഇച്ചിരി ഒന്ന് ട്വീക്ക് ചെയ്തുകൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ അതാക്കി മാറ്റും. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ടാലന്റ് ടു ഹാവ്. അതായത് നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന ടൈമിന് മുമ്പേ തന്നെ വിൽ ബി പ്രിപ്പയർഡ്, ലൈക്ക് ഒരു നമുക്ക് ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാവും. അതെ, ആദ്യമായിട്ടാണ് ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അഞ്ജലി ഐ വാണ്ട് ടു വർക്ക്ഷോപ്പ് ആൻഡ് ഐ വാസ് ഓൾവേസ് ക്യൂരിയസ്, ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളൊന്നും അത് നമുക്കൊരു ഡയലോഗ് തരും, നമ്മളത് പഠിക്കും, നമ്മളത് പോയി പറയും, അവസാനം പോയിട്ട് ഡയലോഗ് മാറ്റുകയും ചെയ്യും. അതൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പൊ വയസ്സാന്തോറും ഈ ഡയലോഗ് ഒന്നും തലേ കയറില്ല. പക്ഷെ അതിനേക്കാളും ചാലഞ്ച് എനിക്ക് തോന്നിയത് അഞ്ജലി, സോ വെൻ ഐ വാസ് നറേറ്റിംഗ് ദ ഡയലോഗ്സ്, അഞ്ജലി സെഡ് നോ ഐ വാണ്ട് ദിസ് ക്യാരക്ടർ ടു ബി റിയലി നൈസ് ആൻഡ് സോഫ്റ്റ്. ആൻഡ് എന്നിട്ട് പിന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അഞ്ജലി പറയും, ഇത് പേപ്പറൊന്നും നോക്കണ്ട, ഇപ്പൊ എന്തുവാ പോയിന്റ് എന്ന് മനസ്സിലായില്ലേ, ഇനിയിപ്പോ അതനുസരിച്ച് മാമിന് വരുന്ന പോലെ മാം പറയാ. ഞാൻ പിന്നെ പണ്ടാറേ ഇതെങ്ങനെയാ ഞാൻ എന്നെ കൊണ്ട് ആഡ്ലിപ്പ് ഒന്നും നമുക്കറിയില്ല, എനിക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. ചിലപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളപ്പം യു ക്യാൻ കൈൻഡ് ഓഫ് പ്ലേ അറൗണ്ട് വിത്ത് യുവർ വേർഡ്സ്. ഞാൻ പറഞ്ഞ അറിയാവുന്ന ഇംഗ്ലീഷും ഞാൻ മറന്നുപോയി. So it was interesting, but she's always there to like push you, and we as actors, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പറഞ്ഞാലും നമുക്ക് ഓരോരോ ഡയറക്ടറും കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ every director brings something else, out of it. Something new. It makes you think differently. And for me, these are all new gen directors. I'm the YC in this team. So far from it, she's the most spirited one. We can see that. We are witnessing that. Please, that's the reality. But anyway, so it's nice when they make you think differently and you're open to thinking differently. So മാം പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടു തുടങ്ങുന്ന കാലഘട്ടം നോക്കത്താ ദൂരത്ത് കണ്ടുനിന്നിട്ട് ഇപ്പം ഫാസിൽ പോലൊരു ഡയറക്ടർ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ അഭിനയിച്ചു തരുന്ന ഒരാളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇടക്കാലത്തുള്ള കുറേ സിനിമകൾ, ഇപ്പോൾ ഡെന്നിസ് ജോസഫ്, കലൂർ ഡെന്നിസ് കൈൻഡ് ഓഫ് കുറേ സിനിമകളിൽ ഇപ്പം നമ്മൾ എന്താണ് കഥാപാത്രം എന്ന് പോലും അറിയാതെ തന്നെ നമ്മൾ സെറ്റിൽ പോവുക, നമ്മൾ ഡേറ്റ് പോവുക, അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക, കുറച്ച് അഭിനയിക്കുക. പിന്നീട് അങ്ങനെ ഒരു ജേർണി കുറച്ച് നാൾ ഇല്ലായിരുന്നു. ഇപ്പോൾ എത്തിയപ്പോഴാണ് വീണ്ടും അങ്ങനെ ഒരു പുതിയൊരു കൈൻഡ് ഓഫ് ഒരു മലയാളം സിനിമയിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നത്. അത് മാമിന് ഭയങ്കര എവിഡന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നു. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനിപ്പോൾ ഈ ചെറുപ്പക്കാരുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ whether it was a Bhishma Parvam I did, or when I'm working with Anjali for this film, and I find we have immense talent today. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ടാലന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകും. ഇറ്റ്സ് ലൈക്ക് വാവ്, ഐ മീൻ എവിടുന്ന് ഇവര് ഇപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഞ്ജലിയും കുറെ ടേക്കൊക്കെ എടുക്കും, എൻ്റെ അഞ്ജലി പറയും നമുക്ക് ഇത് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റാം. അപ്പം ഞാൻ കളിയാക്കും, എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക്, ഇതൊന്നും എല്ലാം എടുക്കാൻ പറ്റുക. I remember കൂടെ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത്, ഈവൻ വെൻ പൃഥ്വിരാജ് ആൻഡ് ഓൾ ഹാഡ് കം ടു അവർ സ്റ്റുഡിയോ, he was telling us, അഞ്ജലി അവിടെ പെട്ടെന്ന് വന്നിട്ട് അഞ്ജലി പെട്ടെന്ന് നമ്മളോട് പറയാണ്, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡയലോഗ് പറയൂ എന്നൊക്കെ. ആൻഡ് ഫോർ ഹിം ഓൾസോ ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. സോ അത് കഴിഞ്ഞപ്പോൾ, സോ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ദിസ്, എനിക്കത് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫ്രം വാട്ട് വി പിക്ഡ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂസ് അറ്റ് ദാറ്റ് ടൈം. സോ ടെൽ us about your kind of filmmaking. Everybody has been raving, everybody wants to be in your frame, and we've also as audience നമ്മളും കുറെ കാത്തിരിക്കുകയാണ് ഒരു അഞ്ജലി മേനൻ ഫിലിം കാണാൻ. Yeah, so you make that person first a character and then act, like behave. അങ്ങനെയാണോ? No, see, first of all, thank you. I'm very glad that that level of anticipation is there. But സത്യം പറഞ്ഞാൽ ഇവര് വിചാരിക്കുന്ന സ്റ്റോക്ക് ഒന്നും അല്ല ഇവരുടെ കയ്യില്. They have truckloads. They have treasures within them. I can see that. Right. അപ്പോൾ ആ ഒരു ഫീലിംഗ് അത് ഒരുപാട് കാലത്ത്
maybe nobody's sort of pushed them in that direction. Okay. പക്ഷെ ഇതൊക്കെ പറയുകയാണെങ്കിൽ ആ ഫൈനൽ ടേക്ക് വരുമ്പോഴേ എനിക്ക് ബുദ്ധി എന്തോന്ന് കിട്ടുന്നുണ്ട്. So I have that confidence. പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ നാദിയ മാം ആണെങ്കിലും പൃഥ്വി ആണെങ്കിലും let's try this എന്ന് പറയുമ്പോൾ വേറൊന്നും ഇല്ല എന്നാണ് അവർ പറയുക. പക്ഷെ then you gently push them and say just try, let's see, അപ്പോൾ something completely different comes up. Right. And that I think അത് സ്ക്രീനിൽ കാണുമ്പോൾ you're surprised. Yeah. So it's so beautiful. അത് it's not that I know. പലപ്പോഴും they think that ഞാൻ പുഷ് ചെയ്യണത് എനിക്ക് വേണ്ട ഒരു സ്ഥലത്തേക്ക് അത് എത്തിക്കാനാ അല്ല, പക്ഷെ അവരുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു സമയത്ത് വേഗമായിരിക്കും, പക്ഷെ അത് പെർഫോം ചെയ്ത് വരുമ്പം ആ ഒരു ഇമോഷൻ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന my job is to just catch honesty. That's my job. That's it. ബാക്കി പണി മുഴുവൻ അവരെന്നെ എടുക്കണം. നമുക്ക് ഈ ഒരു സിനിമയുടെ ഹോൾ we've seen female actors, അത് ഈ പറയുന്ന പോലെ you yourself will have to tell us ഇത് നമ്മൾ മലയാളത്തിൽ കാണാൻ പോകുന്ന ഒരു സിനിമയാണോ, because it's coming on an OTT platform. We were just discussing about this the other day. Thanks to these OTT platforms നമ്മുടെ മലയാളം സിനിമ has crossed boundaries and ഇന്ത്യയിൽ എല്ലാവരും ചർച്ച ചെയ്ത് തുടങ്ങി മലയാളം സിനിമ. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. No, I have to interrupt on this one because OTT streaming platform വന്ന കാലം, of course it was during the pandemic and during COVID. My husband is not a Malayali, but ഇപ്പം എപ്പം പടം കാണാനിരുന്നാലും ആദ്യം പോയി കാണുന്നത് മലയാളം പടമാണ്. He doesn't understand. In fact, he watches, the subtitles, and he is the one who gets the plot the fastest in the family. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു നിക്നെയിം ഉണ്ട്. He will not say നമ്മളിപ്പോൾ മലയാളം പടം കാണാമെന്ന്. He will tell my parents, okay, നമുക്ക് ഇനി ഇപ്പം നീയും ഞാനും കാണാം, because I know where that name came from, but നീയും ഞാനും, because I think it's a tongue twister by itself. So he has started watching such a lot of Malayalam films, and I think thanks to the content and absolutely relatable, it's taken beautifully. And sometimes and I think it's a very cultural experience also. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാം നമ്മൾ വീട്ടിൽ മലയാളം സംസാരിക്കുകയാണെങ്കിലും എല്ലാം പറയുന്ന കേൾക്കും, ഭക്ഷണം അതുപോലത്തെ എല്ലാം അങ്ങനെ ആണെങ്കിലും അതൊന്ന് മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു ഫ്ലേവർ. ആൻഡ് ദെൻ വിത്ത് ദ കൈൻഡ് ഓഫ് ടാലന്റ് ആൻഡ് ദ കൈൻഡ് ഓഫ് ഫിൽം മേക്കേഴ്സ് വി ഹാവ് ടുഡേ, he's saying it's another level. He will just start it and then ഒരു 5 minute കൊണ്ട് he'll say this is going to be a great film. പുതിയ പല സിനിമകളിലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളും കടന്നു ചെല്ലാത്ത ചില ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഏരിയാസ് ഇതൊക്കെ സിനിമയാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ സിനിമ കണ്ടു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ലൈക്ക് ഇതിനകത്തുനിന്നുള്ള ഒരു സിനിമയുണ്ട്, ഇതിലൊരു കഥാപാത്രമുണ്ട്, അയാൾക്കൊരു ലൈഫ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെയുള്ള കുറേ സിനിമകൾ ഈ അടുത്തിടയ്ക്ക് മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോഴത്തേക്കും സിൻസ് വി ഹാവ് ലോട്ട് ഓഫ് അതർ നാഷണാലിറ്റീസ് ഹു ആർ വർക്കിംഗ് വിത്ത് us, ഇറാനിയൻസും അറബ്സ് ഒക്കെ വന്നിട്ട് when they say big things about our Malayalam movie, we also feel very good. So coming back to the question, അപ്പം ഇവർക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി നമ്മുടെ ഈ സിനിമ എന്തെങ്കിലും ഒരു ഭാഷയിലാണോ? How is it? Is it going to be a complete Malayalam film? Actually no. മലയാളം ഈ പറഞ്ഞ പോലെ മലയാളത്തിലെ സെൻസിബിലിറ്റി ഉണ്ടല്ലോ, വേർ പലതരം സ്റ്റോറീസ്, വളരെ റൂട്ടഡ് ആയിട്ടുള്ള നാരറ്റീവ്സ്, അങ്ങനത്തെ പെർഫോമൻസസ്, ആ സെൻസിബിലിറ്റി ഞങ്ങൾ we've held on to that. പക്ഷേ ഈ ഫിലിമിന്റെ മെയിൻ ഭാഷ ഇംഗ്ലീഷ് ആണ് ആക്ച്വലി. എന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്യാരക്ടേഴ്സ് പല സ്ഥലത്തു നിന്നാണ് ഇന്ത്യയിൽ നിന്ന്. ആൻഡ് ഇൻഫാക്ട് കൂടുതൽ സൗത്ത് ഇന്ത്യൻ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ രണ്ട് സൗത്ത് ഇന്ത്യൻസ് തമ്മിൽ കാണുമ്പോൾ നമ്മൾ ഏത് ഭാഷയിലാണ് സംസാരിക്കാറ്? ഒത്തന്റിക്കലി ഇംഗ്ലീഷ് തന്നെയാണ്. മാത്രമല്ല ഈ കാസ്റ്റിംഗ് നോക്കുമ്പോഴും അവരും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്ന ആൾക്കാരാണ്, കൂടുതലും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർത്ത് സംസാരിക്കുന്ന ആൾക്കാർ. ആൻഡ് ഐ യൂസ് ടു ഫൈൻഡ് വെരി സ്ട്രേഞ്ച് ദാറ്റ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ നാരറ്റീവ്സ് ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ നാരറ്റീവ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ആൾക്കാരത് ഹിന്ദിയിലേക്ക് ആക്കും, ഒരു പാൻ ഇന്ത്യൻ സബ്ജക്റ്റ് ആകും. സോ ഈ ഒരു സബ്ജക്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് എനിക്ക് ഉണ്ടായിരുന്ന ബ്രീഫ് ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം തന്നെ ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഐ ഹാഡ് എ ചോയ്സ്, വേണമെങ്കിൽ ഹിന്ദിയിലെടുക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെടുക്കാം. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ഫാർ മോർ ഒത്തന്റിക് ടു ഡു ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ But Anjali's Hindi is fabulous. I was completely blown away. ഞാൻ പറഞ്ഞു അഞ്ജലി ഇങ്ങനെ ഇത്ര നല്ല ഹിന്ദി സംസാരിക്കുന്നത്? അത് ദുബായ്. എന്നാലും നല്ല ഹിന്ദിയാണ് എനിക്ക് സംശയം അഞ്ജലിക്ക് അറബിക്ക് വരെ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഈ ചിത്രം ഇത് ഇംഗ്ലീഷിലായിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് 75 to 80% ഇൻ ഇംഗ്ലീഷ്. നമ്മളൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷ് വെരി സിമ്പിൾ. അതിന്റെ ഇടയിൽ നമ്മുടെ ഭാഷകളൊക്കെ കയറി വരുമല്ലോ, അങ്ങനത്തെ ഇംഗ്ലീഷാണ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക്. അത് കൂടാതെ ഓരോരുത്തരുടെയും ക്യാരക്ടറുടെയും അവരുടെ ഒരു ബാക്ക് സ്റ്റോറി അനുസരിച്ച് അവരുടെ സ്വന്തം ഭാഷകളും വരുന്നുണ്ട് ആ ക്യാരക്ടർ. സോ യു വിൽ ആക്ച്വലി ഹിയർ ഹിന്ദി, മറാഠി, കന്നഡ, തെലുങ്ക്,
തമിഴ്, മലയാളം. ഇതെല്ലാം കേൾക്കും. ആൻഡ് ഓൾസോ ഈ മൂവിയുടെ ടൈറ്റിൽ വണ്ടർ വിമൻ എന്നാണ്. അതെ, നാളെയാണ് ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ഓൾ ഓവർ ദ പ്ലേസ്. വി ഗോയിങ് ടു ഗെറ്റ് ടു നോ മോർ അബൌട്ട് ദ ഫിലിം. നൗ ഇത് സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോണി ലിവ്. നമുക്ക് ഇതിനകത്തുള്ള ബാക്കിയുള്ള കാസ്റ്റിനെ കുറിച്ചൊന്നും അറിയണ്ടേ? കുറച്ച് ആൾക്കാരല്ലേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അപ്പം ആരൊക്കെയാണ് ആക്ച്വലി ഈ മൂവിയിൽ ഇപ്പം നമുക്കറിയാം? ഈ മൂവിയിൽ ഇപ്പോൾ ഓഫ് കോഴ്സ് നാദ്യ മാം ഇസ് ദേർ, ദേർ ഇസ് നിത്യ മേനൻ, ദേർ ഇസ് പാർവതി, നമ്മുടെ and Padmapriya, and there's Sainora Philip. Yeah, I know. Sainora's debut ആണ്. So nice. There's Archana Padmini. Correct. Archana's been acting already, but she also works in other capacities in the film industry. And there's Amrita Subhash, right? Who works in Hindi and Marathi. Absolutely, yes. Otherwise, so it was very interesting. ഇവര് 7 പേരാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പക്ഷെ അത് കൂടാണ്ട് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റും ഉണ്ട്. ഇവരുടെയൊക്കെ ഫാമിലീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വി ഹാവ് അനദർ സ്കൾപ്റ്റർ ഹൂസ് ആക്ച്വലി ഡൂയിങ് വൺ ഓഫ് ഹർ ഫസ്റ്റ് ഫിലിം, രാധാ ഗോമതി. അപ്പൊ അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് നിങ്ങൾ നേരിട്ട് കാണാം. പക്ഷെ ഇവരെല്ലാവരെയും നോക്കേണ്ട പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് നാദിയ മാമിന്റെ. അതെ, ഷീസ് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, ആ നടുവിൽ നിൽക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. അവര് കാരണമാണ് ഈ എല്ലാ നാരറ്റീവ്സും ചേർന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. സൂത്രധാർ എന്ന് പറയും. പക്ഷെ ഇപ്പോഴും നമ്മൾ മറക്കുന്നില്ല, നാദിയ മാം കോസ്മോഫ്രിലുമായിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്. അതില്ലാതെ പരിപാടി ഇല്ലല്ലോ. അപ്പം ഇടയ്ക്ക് നമ്മള് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ് ടു വാച്ച് യു ഇൻ ഫിലിംസ് നാദിയ മാം. ഇപ്പോ ഇടയ്ക്ക് യു ഡിഡ് എ ഷോർട്ട് ഫിലിം വിത്ത് ജോജു, അതും കാണാൻ ഭയങ്കര രസമായിരുന്നു. യുനോ യുവർ ഫിലിം, അതിനകത്ത് ഇടയ്ക്ക് കുറെ നേരം സംസാരിക്കാതിരിക്കാൻ. Whole film there was no dialogue, I think. No, we just spoke one word at the end. And again, there was another woman director I worked with, and it was beautiful. Again, she brought something else to the table, which എനിക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അവരും വന്ന്, മധുമിതാണ് ഡയറക്ടറുടെ പേര്. When she came home and when she narrated the story, she said, no, this is the story. സ്റ്റോറി പറയുന്ന മുമ്പ് she said, husband and wife തമ്മി വർത്താനം പറയുന്നില്ല, അവർക്ക് ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ടുണ്ട്. And it's so funny that I have someone in my relative who is exactly the same റിലേഷൻഷിപ്പ്. അങ്ങനെയാണ്. എന്തോ ഒടക്കി കഴിഞ്ഞ് പിന്നെ അവർ മിണ്ടുന്നില്ല കുറെ ദിവസം. So when she said, yeah ma'am, this is what the script is all about, but it's all silent. I said, done. ഒരു ഡയലോഗും പഠിക്കണ്ട, ഏത് ഭാഷയുടെ ടെൻഷനും ഇല്ല. അതെങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിക്കാം. സോ എന്റെ ഫ്രണ്ട്സും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, they hardly watch my films because most of them are non-Malayalis. And so I really don't promote my films to them because I think it's like an effort. അപ്പോൾ പിന്നെ so we were just talking about it 2 days back, and they said, ഏതാ പടങ്ങൾ ചെയ്തിട്ടുള്ളത്? I said, there is one movie which you can watch. उसमें subtitles है? I said, dialogue ही नहीं है तो फिर subtitle किधर होगा? But बोला ही नहीं है ना. So then I told them, I said, you all will watch like a Turkish film, you all will watch like an Iranian film. Are you asking if there are subtitles for that? Why don't you watch a South Indian film with subtitles? So she was like completely floored when I said that. But anyways, so I said, watch this. It is only half an hour of your time, so you will. It is not going to be too much. Appo angane aalkare kandittunde. Talking about that film, so that was one of the biggest attraction that I had towards the film, and I was working with Joju, who I think is a brilliant actor. So Joju, I think the chemistry just went perfect as soon as, because it really looked like we were married for a long time. And I think there was a little bit of a fan moment. I mean, എനിക്ക് ജോർജിന്റെ work, I like the way he's the kind of films he's done, the body of work, and for him it was like a little bit of a fan moment, so I think it worked out really well. So that is one of my special films as well. ഇപ്പൊ അഞ്ജലിയുടെ പടം വണ്ടർ വിമൻ ആണെങ്കിലും അതെന്റെ ഫ്രണ്ട്സ് എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇത് ഏത് ഭാഷയെന്ന്. So very proudly I can tell them, please watch. എന്താന്ന് വെച്ചാൽ മാം, നമ്മുടെ മൂവീസ് റിലീസ് ആവാൻ കാത്തിരിക്കുകയാണ്, അവരും എല്ലാവരും കാണാനായിട്ട്. അങ്ങനെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കും. And to talk about Anjaly Menon, അപ്പം ഈ ഒരു വണ്ടർ വിമൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പം നിങ്ങളുടെ കൂട്ടായ്മയും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ യു ആർ ടോക്കിംഗ് അബൌട്ട് പ്രഗ്നൻസി ആൻഡ് ഇതൊക്കെ വരുന്നു. അപ്പം what is there could be some reason why you wanted to make the film as a writer
and as a filmmaker, there is a message that you want to tell the world. എപ്പോഴും അങ്ങനെ ആയിരിക്കും. And mostly എപ്പോഴും നമ്മൾ അഞ്ജലി മേനോന്റെ ചിത്രങ്ങൾ കാണുമ്പോഴേക്കും ഇപ്പൊ ഒരു മെസ്സേജ് ആണോ അതോ സിറ്റുവേഷൻ ഓഫ് ദ മൈൻഡ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശമാണ്, അതാണ് അതിന്റെ മെസ്സേജ്. എന്താണ് എന്തിലൊരു ഡിഫറെന്റ് പീപ്പിൾ. It's never actually about a message, frankly. ഒരു മെസ്സേജ് ആണെങ്കിൽ നമുക്കൊരു കത്ത് എഴുതി അയച്ചു കൊടുക്കാം. Okay. But this is something where നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യണം, എനിക്ക് ഇതാണ് ഇപ്പം മൈൻഡ് സ്പേസ്, ലൈക്ക് വാട്ട് യു സെഡ്, റൈറ്റ്? അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ ഒരു ഫീലിംഗ് എങ്ങനെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, ആൾക്കാരായിട്ട് കണക്ട് ചെയ്യണം, അവര് ഫീലിംഗ് നമുക്ക് ഒന്ന് വി വോണ്ട് ടു ബോണ്ട് വിത്ത് ദം. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഒരു കഥയിലൂടെ ഹൗ കെൻ വി മൂവ് ദം, ഹൗ കെൻ വി ടച്ച് ദം, എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്യണത് അവരെ എങ്ങനെ അനുഭവിക്കാൻ പറ്റും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി അടുത്ത് അറിഞ്ഞ് വളരെയധികം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഓക്കെ ആൻഡ് I found that it's really changing me, and in a very beautiful way. ഒരുപാട് കാലത്ത് നമ്മൾ ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു നിമിഷമൊക്കെ മാറി ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട്. ആൻഡ് വൈ നോട്ട്, അത് ചുറ്റും നോക്കുമ്പോൾ ഐ റിയലൈസ് ദാറ്റ് ഓ മൈ ഗോഡ്, ആക്ച്വലി ദാറ്റ് കൈൻഡ് ഓഫ് ഫീമെയിൽ ബോണ്ടിങ് ഇസ് ഓൾ അറൗണ്ട് us, and it's such a beautiful thing, but we don't really get to see it. So I was very surprised. I went back and I looked at things and I realized that there's a lot of മെയിൽ ബോണ്ടിങ്, മെയിൽ ഗ്രൂപ്പ്സ് ഒക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷെ സ്ത്രീകളുടെ കാണുന്നില്ല. അതേസമയം വഴിയിലോ എവിടെയെങ്കിലും ചെറിയ, ഇപ്പോൾ ഈവൻ പ്രഗ്നൻസിയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് കണ്ടാൽ എവിടുന്നെന്ന് അറിയില്ല, പെട്ടെന്ന് സ്ത്രീകൾ എല്ലാവരും കൂടിയിട്ട് they will take care of it. അല്ലേ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്ന് you don't even need to know a language, you don't need to know the people, nothing. That level of bonding is at a very different level. So I was really keen to explore that how will that be, if we put a bunch of women together, എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, അവർ തമ്മിൽ എങ്ങനെയായിരിക്കും. ആൻഡ് see, it does not have to be all hunky dory. പലപ്പോഴും ഇഷ്യൂസും ഉണ്ടാവാം, പലതും ഉണ്ടാവും, പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ താല്പര്യം. പിന്നെ അല്ലാതെ തിങ് ഈ ഒരു നമ്മുടെ ഒരു കൾച്ചറിൽ it's not even Indian or Malayali or anything, worldwide it's there. ഈ പറയുന്ന ഒരു കുട്ടി ജനിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ജനിച്ച ഉടനെ എന്താണ്, വാട്ട് ഡു യു നോ അബൌട്ട് ദാറ്റ് ചൈൽഡ്? ഫസ്റ്റ് തിങ്, ജെൻഡർ. ഇസ് ദെയർ എ റീസൺ ഫോർ ദാറ്റ്? ഒരു കുട്ടി ശരിക്കും ഏത് ജെൻഡറാണ് എന്നാണോ ആക്ച്വലി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അബൌട്ട് ദാറ്റ് ചൈൽഡ്? ബട്ട് വൈ ഡു വി ഹാവ് ദാറ്റ്? അതായത് പണ്ട് പോലെ തന്നെ ഒരു നേഴ്സ് പുറത്തേക്ക് വന്നിട്ട് പറയും കുട്ടി ആണാണ് കേട്ടോ, കുട്ടി പെണ്ണാണ് കേട്ടോ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പോലെ കണ്ടേക്കുന്നത്. ഈ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ്, ആവശ്യത്തിലധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസവിച്ച ആളെ പറ്റി അഡ്രസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതാണ് അത് അമ്മയുടെ ഹെൽത്ത് വന്ന ആളെ പറ്റിയിട്ടാണ്. അത് അമ്മ സുഖമായിരിക്കുന്ന ഹെൽത്ത് എങ്ങനെയാണെന്നുള്ള ഫസ്റ്റ് ചോദിക്കുന്നത്. It's so true because you brought it up. I was going to respond to Anjaly for that itself. ഇപ്പോൾ ആരെങ്കിലും നമുക്കൊരു മെസ്സേജ് അയക്കാം, because I have a lot of my friends who are becoming grandmothers now. അപ്പോൾ എല്ലാവരും congratulations to the family, congratulations to the baby, lovely name, അത് ഇതൊക്കെ. How many of us stop and ask, hope the mom and baby are doing fine? So it's very rare. You brought very up rare, it's very rare that you think about the mother who's been through this process, and these are the few things, but I think it is a mindset, right? അത് slowly നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് മാറിക്കൊണ്ട് വരും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്നും ശരിയാണെന്നോ തെറ്റാണെന്നോ പറയില്ല, പക്ഷെ we would like to just question, just ask. ഈ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അല്ലാതെ we don't really do that. Absolutely. And even this whole thing about motherhood and everything, എവിടെയെങ്കിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ ശരിക്കും ആ ഒരു പ്രസവിക്കുന്ന അമ്മ മാത്രമല്ല അമ്മാവ്. അവിടെ ആ ഉള്ള ഡോക്ടറായാലും നേഴ്സായാലും ആ വീട്ടിലുള്ള എല്ലാവരും പെട്ടെന്ന് അമ്മമാരാവുകയാണ്. It's a very different experience, and that joy is something else. So when you see a tree, actually a tree is most beautiful when it's got a lot of flowers. അപ്പോൾ ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് അതിന്നാണ് ആ ഫ്ലവേഴ്സിനാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുക. പക്ഷേ when it comes to a woman, അവർക്ക് ഉള്ള ആ ഒരു സ്റ്റേജ് പലപ്പോഴും people are trying to hide it. They're uncomfortable, show they're pregnant. Actually she is in full bloom. ആ ഒരു സ്റ്റേറ്റിൽ അവർ ഏറ്റവും അവരുടെ സ്ട്രോങ്ങസ്റ്റ്, അവരുടെ മോസ്റ്റ് എംപവേർഡ് സ്റ്റേറ്റ് ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത്. റൈറ്റ്. നമുക്ക് എന്തായാലും വണ്ടർ വിമന്റെ വിശേഷങ്ങളുമായിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. We will be back after our news updates. Of course.